ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ചൂരത്തലയും അതിൻ്റെ മുള്ളും കൂടെ ചേർത്തൊരു നാടൻ സ്റ്റൈലിലൊരു മീൻ കറിയാണ് വയ്ക്കാൻ പോകുന്നത്. പണ്ട് നമ്മൾ ചെയ്തിരുന്ന അതേ സ്റ്റൈലിലാണ് ചെയ്യുന്നത്. അതിനായിട്ട് എന്തൊക്കെ വേണമെന്ന് ഞാൻ പറയാം. ആദ്യമായിട്ട് മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, തല. പിന്നെ നമുക്ക് മല്ലി, ഫ്രഷ് മല്ലിയാണ്. അത് ഈ ഒരു ചെറിയ കപ്പിന് ഒരു 1/4 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി, ഇത് വറുത്തതാണ്, വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ 15 വറ്റൽ മുളക് ഫ്രഷ് ആയിട്ടുള്ളത് ഞാൻ മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തുടം പുളി, നമ്മുടെ വാളം പുളിയാണ്, അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 7 ചെറിയ ഉള്ളിയുണ്ട്. പിന്നെ അരമുറി തേങ്ങ, പിന്നെ കറിവേപ്പില. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടിയും ഉലുവയും വേണം, വെളിച്ചെണ്ണ, കടുക്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അരച്ച് കൊണ്ട് വരാം. കല്ലിൽ അരയ്ക്കുന്നതാണ്, ഇതിപ്പോൾ കല്ലൊന്നും ഇല്ലാത്തത് കൊണ്ട് മിക്സിയിൽ തന്നെ നല്ലപോലെ അരച്ചുകൊണ്ട് വരാം. മുളക്, മല്ലി എല്ലാം കൂടെ ഒന്ന് ചതച്ചിട്ടാണ് തേങ്ങ ഇടുന്നത്. പിന്നെ നമുക്ക് തേങ്ങയും കൂടി ഇട്ട് നല്ലപോലെ അരച്ചുകൊണ്ട് വരാം. അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കടുക് വറുത്തിട്ട് ഈ അരപ്പെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് മീൻ തിളയ്ക്കുമ്പോൾ മീൻ ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങി. ഇനി നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ മുളകും കൂടി ഇട്ട് കൊടുക്കാം. മുളകിട്ടിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കൊടുത്ത് ഇനി നമുക്ക് അരച്ച് വച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്ത് വരട്ടെ. ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇനി ഉപ്പും കൂടി ചേർത്ത് തിളയ്ക്കുമ്പോൾ നമുക്ക് മീനിൻ്റെ തലയും മുള്ളും ഇട്ട് കൊടുക്കാം. കറി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. തല ഇട്ട് കൊടുക്കാം, മുള്ളൊക്കെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് കുറച്ച് ഉലുവ, പൊടിച്ച ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെക്കണം. സ്വാദിഷ്ടമായ നാടൻ തലക്കറി ഇവിടെ റെഡിയാണ്. കപ്പയും കൂട്ടി എല്ലാ പേരും കഴിക്കണം. ഫ്രണ്ട്സ്, സ്വാദിഷ്ടമായ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. ഇത് നാടൻ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതിൻ്റെ കൂടെ തന്നെ മീൻകറിയുടെ കൂടെ കപ്പയും വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ടാറ്റാ.